ഉറപ്പ് ഉള്ളിലോട്ട് വേണം. ഞാൻ ഒരിക്കലും നാണം കെടില്ല, എൻ്റെ കുടുംബം നാണം കെടില്ല. ഒറ്റ കാരണത്തിൽ ഞാൻ ആശ്രയിച്ച എൻ്റെ കർത്താവിലാണ്. കർത്താവിൽ ആശ്രയിച്ച് ഞാൻ നാണം കെടാൻ എൻ്റെ കർത്താവ് അനുവദിക്കില്ല. ഈ ബോധ്യത്തോടെ വേണം നിങ്ങളിത് വായിക്കാൻ. നമ്മൾ എടുക്കുന്ന വചനഭാഗം മക്കബായരുടെ 1-ാമത്തെ പുസ്തകം, ഫസ്റ്റ് മക്കബീസ് ചാപ്റ്റർ 2, 1 മക്കബായർ 2-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ 49 മുതൽ 64 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ സമയമെടുത്ത് മുഴുവനായിട്ട് വായിക്കണം. ഇതിനകത്ത് ബേസായ കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു തരികയാണ്. സമയമെടുത്ത് നല്ലപോലെ ഒന്ന് വായിക്കും. ഓരോരുത്തരും പേരൊക്കെ എടുത്ത് എന്ത് പ്രതിസന്ധി അവർക്കുണ്ടായത്, ആ പ്രതിസന്ധിയുടെ സമയത്ത് അവരെന്നാ ചെയ്തത്, ആ പ്രതിസന്ധി അവർ തരണം ചെയ്യാൻ വേണ്ടി കർത്താവിൽ ആശ്രയിച്ചപ്പോൾ കർത്താവ് അവർക്ക് എന്ത് അനുഗ്രഹം കൊടുത്തത്. ഭയങ്കര പവർഫുൾ ആയ ഒരു അധ്യായമാണ്. മത്താത്യാസിന്റെ അന്ത്യശാസനം എന്നാണ് അതിന്റെ ടൈറ്റിൽ കിടക്കുന്നത് 2-ാമത്തെ അധ്യായത്തിൽ. നമ്മൾ ഈ യൂദാസ് മക്കബേയൂസിനെ കുറിച്ചും പിന്നെ മത്താത്യാസിന്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ മക്കബായ് വിപ്ലവത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം നമ്മൾ ബയോ എപ്പിസോഡ്, ബൈബിൾ ഇൻസൈഡ് ഔട്ട് എപ്പിസോഡുകൾ പഠിപ്പിച്ചപ്പോൾ ഓർക്കുന്നുണ്ടാവും. മക്കബായരുടെ പുസ്തകമൊക്കെ പഠിപ്പിച്ചപ്പോൾ ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിനെതിരെ ഒരു കുടുംബം ഇങ്ങനെ പിടിച്ചു നിന്നതിനെ കുറിച്ച്. അപ്പോൾ അവരുടെ ഒരു ലീഡറാണ് മത്താത്യാസ്. അപ്പോൾ മത്താത്യാസ് മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് തൻ്റെ അടുത്ത തലമുറയോട്, അനുചരന്മാരോട്, മക്കളോടും ഒക്കെ ആയിട്ടൊരു വലിയ ഉപദേശം കൊടുക്കുകയാണ്. മക്കളെ, നമ്മൾ ഈ വലിയ സൈന്യത്തിനെതിരെ പിടിച്ചു നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് കർത്താവിലാണ്. കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ നാണം കെടാൻ കർത്താവ് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഈ മത്താത്യാസ് ഒരു വലിയ ഉത്ബോധനം കൊടുക്കുന്ന ഒരു സമയമാണിത്. നിങ്ങൾ സമയം എടുത്ത് വായിക്കണം. 49-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: മത്താത്യാസിന്റെ മരണമെടുത്തു, അവൻ പുത്രന്മാരെ വിളിച്ച് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയാം. 50-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അതിനാൽ എന്റെ മക്കളെ നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായിരിക്കും. ഇതാണ് ആദ്യത്തെ ഒരു ഉപദേശം കൊടുക്കുക. നിയമത്തെ പ്രതി തീക്ഷ്ണത. ഏത് നിയമം? ലോകത്തിന്റെ നിയമങ്ങളല്ല, രാജ്യത്തിന്റെ നിയമങ്ങളല്ല. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും നമ്മൾ ആശ്രയിച്ച് നമ്മുടെ ദൈവത്തിന്റെ നിയമമുണ്ട്. വചനത്തെ മുറുകെ പിടിക്കുക. ഈ 3 മക്കളും ഒക്കെ പിന്നീട് കാണുന്നുണ്ട്. നമ്മൾ അവർ വലിയ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അവർ ഒരുമിച്ച് നിന്നിട്ട് പറയുന്നത്, കർത്താവിന്റെ വചനം ഞങ്ങൾക്ക് ശക്തി തരിക. ഈ 12-ാമത്തെ അധ്യായത്തിലൊക്കെ ജോനാഥൻ മക്കബേയൂസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥമുണ്ട്, ആ വിശുദ്ധ ഗ്രന്ഥം ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുന്നു. മത്താത്യാസ് പറഞ്ഞു കൊടുത്തതാണ്, നിങ്ങൾ ആദ്യം വചനം മുറുകെ പിടിക്കുക, ദൈവത്തിന്റെ നിയമത്തെ മുറുകെ പിടിക്കുക. എന്ത് പ്രതിസന്ധിയിലും എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മൾ ആദ്യം മുറുകെ പിടിക്കേണ്ട കർത്താവിന്റെ വചനം. എന്നെ സഹായിക്കും എൻ്റെ കർത്താവ്. നമുക്കറിയാവുന്ന വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. പ്രതിസന്ധി കണ്ടത് കുടുംബം ഒരു പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കണോ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കണോ, വചനം പറഞ്ഞ് ആദ്യം പ്രാർത്ഥിക്കണം. ആ വചനത്തെ മുറുകെ പിടിക്കണം. വാഗ്ദാനം ചെയ്ത കർത്താവിന്റെ വചനത്തെ സംശയിക്കാതെ അതിനെക്കുറിച്ച് തീക്ഷ്ണതയുള്ളവരായിരിക്കണം.